അടുത്താണ് 2013 മോഡൽ ഓൾട്ടോ കേട്ടൺ VXA വണ്ടി, 37,000 കിലോമീറ്റർ കൂടി സിംഗിൾ ഓണർഷിപ്പ്. അടുത്താണ് 2008 മോഡൽ വാൻഡർ LXA വണ്ടി, 2028 വരെ വണ്ടിക്ക് പേപ്പറുണ്ട്. അടുത്താണ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി, 2018 മോഡൽ വാൻഡർ VXA ഓട്ടോമാറ്റിക്. ഇപ്പോൾ അടുത്താണ് ഒരു സിയാസ് ഓട്ടോമാറ്റിക് ആൽഫ വേരിയൻറ്റ്, 2018 മോഡൽ. അടുത്ത 2012 മോഡൽ ഇയോൺ ഡിലൈറ്റ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് വന്നേക്കുന്നത്. ഇൻഡസിൻ്റെ ഷോപ്പിലാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മൾ ഡിക്സണുള്ള അവിടെയാണ് വന്നേക്കുന്നത്. കട എവിടെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നിന്ന് കുണ്ടറയിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡസ് മോട്ടോഴ്സ്. അപ്പോൾ ഒരു 1 ലക്ഷത്തിൽ താഴെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് കാണാവുന്ന നല്ല വീഡിയോ ആയിരിക്കും. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ വണ്ടി 1 ലക്ഷത്തിൽ താഴെയല്ല, 1-2 വണ്ടി കാണും 1 ലക്ഷത്തിൽ താഴെയുള്ള, ബാക്കിയല്ല മേളിലോട്ടുള്ള വണ്ടികളാണ്. അപ്പം സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം ക്വാളിറ്റി വണ്ടികളാണ്. അത് നമുക്ക് വണ്ടി കാണുമ്പോൾ അറിയാമല്ലോ, ആ രീതി ബോഡിയൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും എടുക്കാവുന്ന ഒരു സ്ഥാപനവും നല്ല വണ്ടികളും ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇവനാണെങ്കിൽ പോലും ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തേ വണ്ടികൾ എടുത്തുകൊണ്ട് പോകാവും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഡിക്സൺ ബ്രോ, എന്തുകൊണ്ട് വിശേഷം? സുഖം. എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്? 1 ലക്ഷത്തിൽ താഴെ എന്ന് പറഞ്ഞല്ലോ, ഏകദേശം നമുക്കൊരു 75 രൂപ റേഞ്ച് വണ്ടി കിടക്കും. 25 ജങ്ക് വണ്ടി പോലെയാണ്. ജങ്ക് വണ്ടി മതി എന്നുള്ളവർക്ക് ജങ്ക് വണ്ടി കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ 25 ഉണ്ടെങ്കിൽ അതും ഒരു ബെനിഫിറ്റാണ്. വരും, റയറാണ് അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് 75 തൊട്ടുള്ള വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. ഏകദേശം ഈ വീഡിയോയിൽ എത്ര ലക്ഷം വരെയുള്ള വണ്ടികൾ കാണിക്കാം? നമുക്കൊരു 75,000 രൂപ തൊട്ട് നമുക്കൊരു 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം മാക്സിമം അത്ര നമ്മൾ കാണിക്കും. അപ്പോൾ കഴിഞ്ഞ മാസത്തെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചവടം അത്യാവശ്യം നല്ല സെയിലുണ്ട്. അത്യാവശ്യം ഉണ്ടായിരുന്നു. 10-50 വണ്ടി കിടന്നാൽ പുറത്ത് നമുക്ക് പോയിട്ടുണ്ട്. ഉള്ള തന്നെയുടെ 50 വണ്ടി പുറത്ത് പോയിട്ടുണ്ട്. പോയി 50 വണ്ടി പുറത്ത് പോയിട്ടുണ്ട്. ദൈവമേ, ഇൻഡസാണ്, ട്രൂ വാല്യൂവിൻ്റെ ഷോപ്പാണ്. 50+ പോയിട്ടുണ്ടെങ്കിലും ഉള്ളു. ഓടാ 50+ വണ്ടി എന്തെല്ലാം കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസം പോയിട്ടുണ്ട്. ശരി. നമുക്ക് ഈ വീഡിയോയിലെ വണ്ടികൾ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ലോ ബഡ്ജറ്റ് ആൾട്ടോ നോക്കാം. 2008 മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ്, 2028 വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 28 വരെ. ഇനി 3 വർഷം വണ്ടിക്ക് പേപ്പർ ടപ്പുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നുണ്ട്. 2008 മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച വണ്ടിയാണോ? അല്ല. 2008 ഓൾട്ടോ സ്റ്റാൻഡേർഡ്. ഒരു 80,000 കിലോമീറ്ററിനകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ്. 2008 മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ്, 80,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. പക്ഷേ വണ്ടിയിൽ വേറെ അപാകതകളൊന്നും കാണുന്നില്ല കേട്ടോ. അതായത് നമുക്കൊരു 75 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. നമുക്ക് 75 രൂപയുടെ വണ്ടിയാണെങ്കിൽ വണ്ടി കാണാനൊക്കെ ക്വാളിറ്റി ഉണ്ട്. സ്ക്രാച്ച്, ഇത് മീൻസ് തുരുമ്പ് അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഇത്രയും പഴയതൊക്കെ ആണെങ്കിലും ആ കാര്യത്തിൽ വണ്ടി ഡീസൻ്റായിട്ട് ഇരിപ്പുണ്ട്. ഡോറൊക്കെ തന്നെ ആണെങ്കിലും തുറക്കുമ്പോൾ ഒരു ഫീലുണ്ട്. ഒരു ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ബാക്കിയുള്ളവർ വന്ന് കണ്ട് വണ്ടി എടുക്കുമ്പോൾ നല്ലപോലെ ചെക്ക് ചെയ്ത് നോക്കിയെടുക്കുക. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ നിങ്ങളിവിടെ നിൻ്റെ വീഡിയോയിൽ വന്നൊരു കമൻറ്റ് ഞാൻ വായിച്ചാണ്. പറഞ്ഞോ. നിങ്ങൾ ഇത് എടുത്തു കൊടുക്കുമെന്ന് പറയത്തില്ലയോ? വണ്ടിയുടെ നമ്പർ വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു കൊടുക്കുമെന്ന് പറയത്തില്ലേ? അത് കൈ കൊടുക്കൂല, ജസ്റ്റ് മൊബൈലിൽ കാണിച്ചു കൊടുക്കത്തുള്ളൂ. നമുക്ക് ഈ സാധനം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സൈറ്റിൽ നിന്ന് എടുക്കുന്നില്ല. നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ഷെയർ ചെയ്യാൻ ഷെയർ ഓപ്ഷൻ അതില്ല. അതുകൊണ്ടാണ്. അടുത്താണ് 2013 മോഡൽ ഓൾട്ടോ കേട്ടൺ VXA വണ്ടി, 37,000 കിലോമീറ്റർ കൂടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏത് വർഷമായിരുന്നു? കേട്ടില്ല. 2013 മോഡൽ. ഇത്ര ഓടിയിട്ടുള്ള 36,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. 2013 മോഡൽ ഓൾട്ടോ കേട്ടൺ VXA വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 36,000 കിലോമീറ്റർ. എത്രാമത്തെ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ വണ്ടി. വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ആക്സസറീസായ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റും അങ്ങനെ കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. ഫസ്റ്റ് ടയർ, അതായത് 36,000 ഓടിയ ഫസ്റ്റ് ടയറാണ് വണ്ടിക്കകത്ത് കിടക്കുന്നത്. ഇപ്പോൾ ടയർ 4 മാറണം. അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ കൊടുത്തുള്ളൂ. 5 ടയർ ഫസ്റ്റ് ടയർ ഉണ്ട്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്കൊരു 2.30 റേഞ്ചിനെ കൊണ്ട് കിട്ടും. ആസ്കിംഗ് പ്രൈസ്. നമ്മുടെ ആസ്കിംഗ് നമ്മൾ ഇൻഡസ് മോട്ടോഴ്സ് പ്രതീക്ഷിക്കുന്നവരാണ് 2.30. അത് നമ്മുടെ ആസ്കിംഗ് പ്രൈസാണ്.
അത് ഇൻഡസ് മോട്ടോഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കത്തേ ഉള്ളതാണ്. വണ്ടി നമ്മൾ ഈ പറയുന്ന വിലയ്ക്ക് വണ്ടി പോകുന്നത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, കാണും നിങ്ങൾക്കും അറിയാം. അതെ, അപ്പോൾ നമ്മൾ നിങ്ങൾ ചോദിക്കുന്ന വില, അതെ, നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 230 ഒരു ബാർഗൈനിങ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ബാർഗൈനിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ 5 ടയർ മാറി കൊടുക്കും. കാരണം നമുക്ക് ഈ റേറ്റും ബാർഗൈനിങ് കഴിഞ്ഞതിന് 5 ടയർ മാറി മുതലാവത്തില്ല. എന്താ? അപ്പോൾ പിന്നെ വണ്ടിയുടെ റേറ്റും കുറയ്ക്കണം, പിന്നെ ടയറും മാറണം. പിന്നെ നമ്മൾ ഈ കച്ചവടം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊരു ബിസിനസ് അല്ലേ എന്തോ ഇത്. അല്ല നമ്മൾ സേവിക്കാനല്ല. 2 ടയർ മാറി കൊടുക്കും. നമുക്ക് ആ രീതി ചെയ്യാം. നമുക്ക് വണ്ടിയുടെ വില നമ്മുടെ ഒത്തുവരാന്ന് 2 അല്ല 4 ടയർ നമുക്ക് മാറി കൊടുക്കാൻ പറ്റും. അടുത്തൊരു വാൻഡർ VXi 2012 മോഡൽ വാൻഡർ VXi വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, വെറും 43,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 43? അതെ, 43 കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. ബാക്ക് ടയർ ഒരു ആവറേജ് ഉണ്ട്. ഫ്രണ്ട് ടയർ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് വണ്ടിക്കത്. ആവറേജ് ടയർ അത്ര ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല, അതിൽ കുറച്ച് താഴെയാണ്. ബാക്ക് ഓക്കെ ആവറേജ് ഉണ്ട്. വണ്ടിക്കകം ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ്, അങ്ങനെയുള്ള എല്ലാം. 4 ഡോർ പവർ. സോറി, 4 ഡോർ പവർ വിൻഡോ. VXi ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, എനിക്ക് തെറ്റിപ്പോയതാണ്. മേലെ തെറ്റരുത്. ഇല്ല, സീറ്റ് കവേഴ്സ് ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് സീറ്റ് കവേഴ്സും കിടപ്പുണ്ട്. ഡോറ് അത്യാവശ്യം കൊള്ളാം, നല്ല ഡോറ്. ബാക്ക് സീറ്റൊക്കെ അല്ല, നമുക്ക് വണ്ടിക്ക് ആക്സിഡന്റും കാര്യങ്ങളും അങ്ങനെയൊന്നും പറയാൻ വേണ്ടിക്കത്തില്ല. ഇല്ല. ഓക്കെ, ബാക്ക് ടയർ ആവറേജ് ടയർസ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് നമുക്ക് വണ്ടിക്ക് അത് മേജർ ആക്സിഡന്റോ അത്യാവശ്യം റീപെയിന്റും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ല മേജർ വർക്കായിട്ട് റീപ്ലേസ്മെന്റോ കാര്യങ്ങളും അങ്ങനെയൊന്നും വണ്ടിക്കകത്തൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 2.5 കൊടുക്കാം. നമുക്ക് 2.5 എടുക്കാം. കേട്ടില്ല, എത്ര ഇട്ടാ എടുക്കാം? നമുക്കൊരു 2 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഒരു വണ്ടിക്ക് ലോണും കിട്ടും നമുക്ക്. അപ്പോൾ വർഷം കുറയുമോ? വർഷം കുറയും. 2012 മാക്സിമം നമുക്കൊരു 3 കൊല്ലമൊക്കെ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. 3 കൊല്ലം മാക്സിമം. മാസം അടവ് ഒരു 2300? അല്ല, 2300 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 5 വർഷം ലോൺ കിട്ടുമ്പോഴാണ്. ഈ 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ ഇപ്പോൾ 2,800 3 ചില്ലറ അറേഞ്ച് വരും. വർഷം കുറയുമല്ലോ. ഈ 60 മാസം എന്നുള്ള 37 മാസത്തിലേക്ക് കുറയുവാണ്. അതെ, അപ്പോൾ അതിൻ്റെ വ്യത്യാസം വരും. അടുത്ത ഒരു ഓട്ടോമാറ്റിക് വണ്ടി 2018 മോഡൽ വാൻഡർ VXi ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 72,000 കിലോമീറ്റർ വണ്ടി പോയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ടയർ. ബാക്ക് ടയർ ആവറേജ് കൂടുതൽ ടയർ കിടപ്പുണ്ട്, പക്ഷെ ഫ്രണ്ട് മാറണം. വണ്ടിക്കകം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. 4 ഡോർ പവർ വിൻഡോ ആണല്ലേ? VXi ഫുൾ ഓപ്ഷൻ വണ്ടി. 2018 വാൻഡർ VXi ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജിൽ എന്തെങ്കിലും വ്യത്യാസം വരും? 22,200. ഒരു മൈലേജ് ഒരു 15-16 മൈലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ല, വലുതായിട്ടാണ് പ്രതീക്ഷിച്ചത്. ഒരു 15-16 മൈലൊക്കെ വണ്ടി കിട്ടത്തുള്ളൂ. അത്യാവശ്യം സീറ്റ് കവറും ഫ്ലോർ മാറ്റും ആക്സസറീസ് എല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം. 2018 വാൻഡർ VXi ഓട്ടോമാറ്റിക് വണ്ടി. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? 50. ഇത് നമുക്കൊരു 10-20 വണ്ടി ഇറക്കാം. 20 വണ്ടി ഇറക്കാൻ പറ്റും. ഇത് 5 വർഷം ലോണും കിട്ടും. ഇത് 5 വർഷം ലോൺ. 2018 നമുക്ക് 5 വർഷം ലോൺ കിട്ടും വണ്ടി. അപ്പോൾ 20 രൂപ തന്നാലും 2,400 വെച്ചൊക്കെ തന്നെ അല്ലേ? 1 ലക്ഷം രൂപയ്ക്ക് 2,400 വെച്ച് എടുത്തുള്ളൂ. അടുത്തതാണ്ട് വീണ്ടും ഒരു വാൻഡർ LXi വണ്ടി. 2012 മോഡൽ വാൻഡർ LXi വേരിയൻറ്റ്. 76,000 കിലോമീറ്റർ ഓടി വണ്ടി. ഇത് ഫസ്റ്റ് ടയറാന്ന് തോന്നുന്നില്ല. 76,000 കിലോമീറ്റർ. സെക്കൻഡ് ടയർ ആയിരിക്കും. ഒരു 30-35 ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടയർ മാറും. അതായത് സെക്കൻഡ് ടയർ ഓടിത്തീരെ ഒരു പരിവായിട്ടുണ്ട്. ഇത് LXi ആണ്? LXi ബേസ് മോഡൽ. ഓക്കെ, വണ്ടിക്ക് കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ 2012 മോഡൽ LXi. ബാക്ക് ടയർ ആവറേജ് താഴെ ടയർ. ഫ്രണ്ട് ടയർ മൊട്ടയായിരുന്നു. ഇത് എത്ര ചോദ്യം? ഇത് നമുക്കൊരു 1,90 കൊടുക്കാം. 1,90 കൊടുക്കാം. 1,90 വിലവേശമൊക്കെ കഴിയുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ 2 ടയർ മാറി കൊടുക്കാം. എന്ത് പറ്റിയടാ ഇത്ര പെട്ടെന്ന് സമ്മതിച്ചല്ലോ? കൊടുക്കളിയാ. ഓക്കെ, അടുത്തുണ്ട് ഒരു 18 മോഡൽ വാൻഡർ LXi. 49,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ജെന്യൂൻ കിലോമീറ്റർ. 2018 മോഡൽ വാൻഡർ LXi 49,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സെക്കൻഡ് ടയർസാണ് നടക്കുന്നത്. അത് ഫ്രഷ് നല്ല ടയർ നടക്കുന്നത്. നല്ല ടയറുണ്ട്. 2 ഡോർ പവർ വിൻഡോസ് ആണ്. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളും വണ്ടിക്കകത്തില്ല. ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തില്ല. സീറ്റ് അടിച്ചിട്ടില്ല. അത്യാവശ്യം നീറ്റ് വണ്ടി ഉണ്ട്. 2018 മോഡൽ. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതെ, 18 മോഡൽ LXi വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,65 കൊടുക്കാം. 3,65. 2018 വാൻഡർ LXi വണ്ടി 3,65. 2018 മോഡൽ. നമുക്കൊരു 3,4 3,30 വരെ വണ്ടിക്ക് ലോൺ കൊടുക്കാം. 5 വർഷം വരെ വണ്ടിക്ക് ലോണും കിട്ടും. അതുകൂടാതെ ഈ വണ്ടി നമുക്ക് 6 മാസം എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കാം. ബാക്ക് ടയറൊക്കെ നല്ല പുത്തൻ ടയർ തന്നെ കിടക്കണേ. അതൊക്കെ കൊള്ളാം. റീപ്ലേസ് ആയിട്ടൊന്നും വണ്ടിക്കത്തില്ല.
അടുത്ത 2021 മോഡൽ എക്സ്പ്രസ്സോ VXi+ വെറും 27,000 കിലോമീറ്റർ ഓടി വണ്ടി. 27 ഓടി. 2021 മോഡൽ എക്സ്പ്രസ്സോ VXi+ വണ്ടി 27,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. വണ്ടിക്ക് കൊള്ളാം. ഒരു സ്റ്റീരിയോ ഒക്കെ വെച്ചിട്ട് ഇത് ആൻഡ്രോയിഡ് സിസ്റ്റം കമ്പനി ഇമ്പിൾട്ട് സ്റ്റീരിയോ മേജർ ജെന്യൂൻ സാധനം. സീറ്റ് കവേഴ്സ് ഒന്നും ചെയ്തില്ല. സീറ്റ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. എനിക്ക് സീറ്റ് അവർ ചെയ്തതുകൊണ്ടായിരിക്കും മറ്റേ കവറിലേക്ക് കളയാത്തത്. ശരിയാ. ബാക്ക് ടയറൊക്കെ ഫസ്റ്റ് ടയർസ് തന്നെ കിടക്കുന്നത്. എന്നാലും ചൂട് ഇത്രയും സഹിച്ച് കവർ ഇട്ട് ഒട്ടിച്ചാണ് തന്നെ നമ്മൾ സമ്മതിക്കണം, അവാർഡ് കൊടുക്കണം കേട്ടോ. തീർച്ചയായും. AC ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ പുള്ളി അറിയത്തില്ലായിരിക്കും. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4,10 കൊടുക്കാം. 4,10. 2021 എക്സ്പ്രസ്സോ VXi+ ടോപ്പ് വേരിയൻറ്റ് 27,000 കഴിഞ്ഞിട്ട് 4,10 കൊടുക്കാം. നമുക്കൊരു 3,3 3,80 ആ റേഞ്ച് വണ്ടിക്ക് ലോണും കിട്ടും. സിവിൽ സ്കോറും ബാങ്കിങ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ഇട്ട് കൊടുക്കാൻ വണ്ടിക്ക്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. എഞ്ചിന് ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അടുത്ത 2015 മോഡൽ സെലേറിയോ ZXi ഓപ്ഷനുള്ള വണ്ടി വെറും 42,000 കിലോമീറ്റർ 48,000 കിലോമീറ്റർ മാത്രം കൂടി 2015 സെലേറിയോ ZXi. സെക്കൻഡ് ടയേഴ്സ് ആണല്ലേ? അതെ. ഇല്ല, ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്ക് അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ മാത്രമേ വണ്ടിക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ സീറ്റ് ഓവർ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ആക്സറീസ് എല്ലാം വണ്ടിക്ക് അടിച്ചിട്ടുണ്ട്. അതെ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുന്ന മോഡലാണ്. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3,70 നമുക്ക് കൊടുക്കാം. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 3,70,000 രൂപയാണ്. ഏത് വർഷമായിരുന്നു? 2015 ZXi സെലേറിയോ. എന്തെങ്കിലും കുറയും? ഞാൻ ഈ ചോദിക്കുന്നൊന്നും നമ്മളിവിടുത്തെ ഫിക്സഡ് റേറ്റ്, നമ്മൾ ചോദിക്കുന്ന ഇവിടുത്തെ ആസ്കിംഗ് റേറ്റാണ്. അടുത്തൊരു 2022 മോഡൽ സ്വിഫ്റ്റ് VXi വണ്ടി വെറും 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. 2022 മോഡൽ. നല്ല ടയർ കിടപ്പുണ്ട്. ഓട്ടോ ഒക്കെ ജെന്യൂൻ ആണേ. 40,000 കിലോമീറ്റർ 2022 മോഡലല്ലേ. ഇതേതാ? VXi ആണ്. VXi AC പവർ സ്റ്റിയറിംഗ്, ഇമ്പിൾട്ട് സ്റ്റീരിയോ, 4 ഡോർ പവർ വിൻഡോസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. മാനുവലാണ്. അതെ. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 6,60 കൊടുക്കാം. നമുക്ക് 6,60. 2022 മോഡൽ സ്വിഫ്റ്റ് VXi 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. എഞ്ചിനും ഗിയർ ബോക്സും നമുക്ക് 1 ഇയർ വാറണ്ടി വണ്ടിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊരു സിയാസ് ഓട്ടോമാറ്റിക് ആൽഫ വേരിയൻറ്റ് 2018 മോഡൽ. 2018 മോഡൽ സിയാസ് ആൽഫ ഓട്ടോമാറ്റിക് വണ്ടി. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. വെറും 34,000 കിലോമീറ്റർ മാത്രമേ വണ്ടി കിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ, ഫുൾ ഓപ്ഷൻ വണ്ടി. എല്ലാം ആൽഫ ടോപ്പ് വേരിയൻ്റ്. ആൽഫ വേരിയൻറ്റ് 2018 ആൽഫ വേരിയൻറ്റ് സിയാസ് ഓട്ടോമാറ്റിക് വണ്ടി 34,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. കേസിൻ്റെ ഒക്കെ വരുന്ന മോഡലാണ്. സീറ്റ് കവറൊന്നും കീറിയിട്ടില്ല, അതെല്ലാം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വണ്ടി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് തരാം. വണ്ടിക്ക് നമുക്ക് എഞ്ചിന് ഗിയർ ബോക്സിൽ നമുക്ക് 6 മാസം വാറണ്ടി വണ്ടിക്ക് അത് വരുന്നുണ്ട്. കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല, വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അടുത്താണ് ഒരു ഇഗ്നിസ് 2023 മോഡൽ ഇഗ്നിസ് സിഗ്മ വേരിയൻറ്റ് വെറും 25,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിഗ്മ എന്ന് പറയുമ്പോൾ ബേസ് വേരിയൻറ്റ്. ടയേഴ്സ് 4 ഫസ്റ്റ് ടയർ 20,000 രൂപ ടയർ. വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. സ്റ്റീരിയോ പോലും ഇല്ല. അതെ. 22,406 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിക്കുന്നത്. 2023 മോഡൽ സിഗ്മ വേരിയൻറ്റ് ഇഗ്നിസ്. ഒരു സീറ്റ് കവർ ചെയ്തു എന്നുള്ളതാണ് ആകെയുള്ളത്. പിന്നെ നോക്കി കഴിഞ്ഞാൽ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അധികം ഓടിയിട്ടില്ല, അതിൻ്റെതായ ഒരു വൃത്തിയുണ്ട്. ഇല്ല, വണ്ടി വരെ അലമ്പോ തട്ട മുട്ട കാര്യങ്ങളൊന്നും വണ്ടിക്ക് നിലവിലില്ല. ഇല്ല. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്കൊരു 5,30 നമുക്ക് കൊടുക്കാം. 5,30,000 കൊണ്ട് നമുക്ക് കൊടുക്കാം. 2023 ഇഗ്നിസ് സിഗ്മ. നമ്മൾ പിന്നെ ഇതിന് സിൽവർ ആലോയ്സ്ഡ് റിമ്മാണ് നമ്മൾ കഴിച്ച് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് നമ്മുടെ ഡെൽറ്റയുടെ വേരിയൻ്റ് മറ്റേ മിറർ ക്യാപ്പ്, ഡോർ വീഡിയോ അതെല്ലാം നമ്മൾ ബാക്ക് അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡെൽറ്റ വേരിയൻ്റ് ആക്കിയിട്ട് ഒരു വേരിയൻ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ വണ്ടി സിഗ്മ വേരിയൻ്റാണ്. നമ്മൾ ആസ്കിംഗ് റേറ്റാണ് 5,30,000 രൂപ. അടുത്ത 2012 മോഡൽ ഇയോൺ ഡിലൈറ്റ് വേരിയൻറ്റ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എന്താ ഓടിയിട്ടുണ്ട്? 49,000 കിലോമീറ്റർ മാത്രമാണ് ഓടിക്കുന്നത്. മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 49,000 കിലോമീറ്റർ ഓടി 2012 മോഡൽ ഇയോൺ ഡിലൈറ്റ്. ബേസ് വേരിയൻ്റ് ആണ് കേട്ടോ. അതെ, ബേസ് വേരിയൻറ്റ്. അതുകൊണ്ട് തന്നെ ഡോറൊക്കെ സാധാ രീതിയിലുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ്.
ബാക്ക് സൈഡൊക്കെ സീറ്റ് കവറൊക്കെ വൃത്തിയായിട്ട് കൊണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് ഒരു ആവറേജ് താഴെ കണ്ടീഷനേ ഉള്ളൂ. അതെ, കാണാനുള്ളൊരു വൃത്തിയാണെങ്കിൽ പോലും വണ്ടിക്ക് അകമൊക്കെ ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ചോദ്യം എത്രയാ? ഇത് നമുക്കൊരു 1.65 കൊടുക്കാം. 1.65 വില കുറഞ്ഞത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയ വണ്ടി കാണാനുള്ളൂ. അടുത്ത 2007 മോഡലൊരു മാരുതി 800 MB5 AC വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. സിംഗിൾ. അതെ, ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചില്ലേ? കാണിച്ചാണ്. അതെ. ഓക്കെ. എങ്ങനെയാണ് ഇത്തവണ നിങ്ങൾ ഇതിൻ്റെ വിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? മാറ്റമുണ്ട്. പക്ഷേ വണ്ടി നമ്മൾ 2-3 നേരം കണ്ടു ഓക്കെ പോയതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അവർക്ക് വണ്ടി എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ക്യാൻസൽ ആയി കടന്നു പോയി. ഫിനാൻസിൻ്റെ പ്രശ്നമാണോ? ഫിനാൻസ്, ഈ വണ്ടിക്ക് ഫിനാൻസും കാരണം കിട്ടും. അതല്ല, പൈസ അവർക്ക് അവരുടെ ഫിനാൻസിൻ്റെ കുറേ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് വണ്ടി കിടന്നു. അതെ. ഓക്കെ. വണ്ടി എത്ര ചോദിക്കുന്നത്? വണ്ടി നമുക്കൊരു 68 രൂപ കൊടുക്കാം. നമുക്ക് 68 രൂപ കൊടുക്കാം. നമ്മൾ എത്ര ചോദിച്ചിരുന്നത്? നമ്മൾ കഴിഞ്ഞ വീട് 75 രൂപ ചോദിച്ചത്. 75 ചോദിച്ചിരുന്നത്. നമ്മൾ ഓഫർ വിഷു കഴിഞ്ഞെങ്കിലും വിഷുവിൻ്റെ ഓഫറായിട്ട് ഒരു 7000 രൂപയും കൂടി താത്ത്. 2007 മോഡൽ മാരുതി 800 MB5 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, വേറെ മേജർ ആക്സിഡൻറ്റും കാലം ഒന്നും വണ്ടിക്ക് നമുക്ക് 68,000 രൂപ കൊടുക്കാം. കിലോമീറ്റർ അത് ജെനുവിൻ ആയിരിക്കും? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിക്കണം. അത് വണ്ടി ഓടിയിട്ടുണ്ട്. ഒന്നിന് പുറത്ത് ഓടിയിട്ടുണ്ട്. എന്നാലും വണ്ടി കാണാനും ബോഡിയുടെ ഇതൊക്കെ വെച്ച് നോക്കിയാലൊക്കെ വണ്ടിക്ക് നല്ല വൃത്തിയാണ്. കളർ ഫെയ്ഡ് അങ്ങനെയുള്ളതൊന്നും തോന്നുന്നില്ല. വണ്ടി കണ്ടിട്ട് പുറമെ ആ രീതിയിലൊക്കെ വൃത്തി. ഗ്ലാസ്സൊക്കെ ഫസ്റ്റ് ഗ്ലാസ്സൊക്കെ തന്നെ അല്ലേ? ഫസ്റ്റ് ക്ലാസ്സിന് നടക്കണം. 2007 തന്നെയാണ്. 2007 ക്ലാസ്സിന് നടക്കും. ഓക്കെ. വണ്ടി കുഴപ്പമൊന്നുമില്ല. കാണാൻ വൃത്തിയിൽ നല്ല വണ്ടിയാണ്. ഇനി എടുക്കാൻ വരുന്നവർ പഴയ വണ്ടിയാണ്. അപ്പം മെക്കാനിക്കലിനൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് എടുക്കുക. 2008 മോഡൽ വാൻഡർ LXI വണ്ടി, 2028 വരെ വണ്ടിക്ക് പേപ്പറുണ്ട്. 28? അതെ, അത്യാവശ്യം AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. അല്ല, വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. പിന്നെ ഒരു 3 വർഷത്തേക്ക് വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളും വണ്ടിക്ക് നിലവിൽ കടപ്പുണ്ട് വണ്ടിക്കകത്ത്. അല്ല, AC ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യും? AC എല്ലാം വർക്കിംഗ്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. അതെ. ഓക്കെ. വണ്ടിക്ക് അകം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2008 മോഡൽ വണ്ടിയുടെ ക്വാളിറ്റി അതിൽ കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സീറ്റ് ചെറുതായിട്ടൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്തിടും, കുഴപ്പമില്ല, മാറ്റി കൊടുക്കാം. അതെ. തുരുമ്പ് നോക്കുകയാണെങ്കിലും അത്തരത്തിലുള്ളതൊന്നും കാണുന്നില്ല. ഡോർ പാഡൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. മോശമൊന്നുമില്ല. നേരത്തെ കണ്ട ഇയോണക്കാളും നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് പഴയ വണ്ടി. ബാക്ക് സൈഡ് നോക്കിയാലും ഒക്കെ ഒരു ആവറേജ് കണ്ടീഷനിൽ മുകളിലുണ്ട്, കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് ടയർ ഒരു ആവറേജ് ടയർസ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് അങ്ങനെ ഒന്നും നിലവിൽ വണ്ടിക്കകത്തൊന്നും ഒന്നുമില്ല. ഓക്കെ. വണ്ടി കാണാനൊക്കെ കൊള്ളാം. കളർ ഫെയ്ഡ്. നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് നമ്മളൊരു 1,35,000 രൂപ നമ്മൾ കൊടുക്കാം. 1,35,000? 1,35,000 നമ്മൾ കൊടുക്കാം. നമ്മൾ ആസ്കിങ് റേറ്റ് ആണ് 1,35,000 നമ്മൾ ആസ്കിങ് റേറ്റ്. 2008 മോഡൽ വാൻഡർ LXI, 2028 വരെ പേപ്പറുള്ള വണ്ടി. അടുത്തൊരു വാൻഡർ 2022 മോഡൽ വാൻഡർ VXI 1 ലിറ്റർ വണ്ടി. 1 ലിറ്റർ ടയർ മുട്ടാണ്. 40,000. ഫസ്റ്റ് 40,000 കിലോമീറ്റർ ഫസ്റ്റ് ടയർ കിടക്കുന്നത്. ഫസ്റ്റ് ടയറാണ്. സത്യസന്ധനായ എക്സിക്യൂട്ടീവ്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ പവർ വിൻഡോസ് ഒക്കെ ആയിട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. മാനുവലാണ് അല്ലേ? മാനുവൽ. 2022 VXI 1 ലിറ്റർ മാനുവൽ വണ്ടിയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നും വണ്ടിക്കൊന്നുമില്ല. അതുകൂടെ നമുക്ക് വണ്ടിക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സൊക്കെയാണ്. സീറ്റ് കവറൊന്നും കീറിയിട്ടൊന്നുമില്ല, അതൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 5,30 കൊടുക്കാം. നമുക്ക് 5,30 ആസ്കിങ് റേറ്റ് ആണ്. 5,30 താഴെ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. എൻ്റെ ഡിക്സൺ ബ്രോ, ഈ ഇൻഡസിൻ്റെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നീ ഒരുവിധം മാന്യമായ വിലയാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ ആണ്. ഈ പ്രൈസിന് ഒരിക്കലും വണ്ടി ഞാൻ കൊടുക്കത്തില്ല. അതിന് താത്തേ വണ്ടി കൊടുക്കത്തുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചില വീഡിയോകളിൽ തുടക്കം പറയാറുണ്ട്, ഇവിടെ വരുന്നതിൻ്റെ കാര്യം ഇവിടെ ഇടുന്ന വിലയെക്കാട്ട് താത്താണ് നീ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നീ പറഞ്ഞേക്കാം അങ്ങനെ തന്നെയാണ്. തീർച്ചയായും. അല്ല, എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത്ര നാൾ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയത്തുള്ളൂ. ഇനി അങ്ങോട്ട് അങ്ങനെ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി നമുക്ക് 5,10 നമുക്ക് കൊടുക്കാം. 5,10. ഈ 5,10 ആസ്കിങ് വന്ന് നേരിട്ട് കാണാൻ ഇതിൽ റേറ്റ് കുറച്ച് തരാം. മതിയോ? ഈ രണ്ട് വണ്ടി എങ്ങനെയാണ്? ഇത് 23 വണ്ടി, അത് 22 വണ്ടി. വൈറ്റ് ആണ് കിടപ്പുണ്ട് നമ്മുടെ കയ്യിൽ. റെഡും കിടപ്പുണ്ട്, 2 വൈറ്റും കിടക്കും. അത് രണ്ടും 21 വണ്ടിയാണ്. വാൻഡർ നമ്മുടെ 3 ന്യൂ ഷേപ്പ് 3 നമ്മളെ കിടപ്പുണ്ട്. എത്രയൊക്കെ ചോദിക്കുന്നത്? ഇതല്ല 5, 5, 5.5, 5.45, 5.50 വണ്ടി. ഇതല്ല എല്ലാം ഒരേ വർഷം? അല്ല, ഇത് രണ്ടും 23. എത്ര കിലോമീറ്റർ? ഇത് 20,000 കിലോമീറ്റർ, അത് 25,000 കിലോമീറ്റർ. ഓക്കെ. അത് 2 XRXI ആണ്. അത് XRXI, ഇത് VXI. ഇത് VXI 1 ലിറ്റർ, അത് രണ്ടും 1.2 ലിറ്റർ. 1.2. വ്യത്യാസം. ഓക്കെ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.
അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇട്ടേക്കുന്ന വിലയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി പറയുന്ന ഒരു തന്നെ ആയതുകൊണ്ട് തന്നെ വിലയൊക്കെ ഒരുവിധം മാന്യമായിരിക്കും ചോദിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ കമൻറ്റിൽ പറയുക. പിന്നെ അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലേക്കുള്ള നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ, നിങ്ങൾക്ക് വന്ന് എടുക്കാൻ കഴിയട്ടെ, വരുമ്പോൾ കുറേ കൂടിയൊക്കെ നല്ല വില കുറച്ച് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.